ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൽപ്പത്തിരീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ പാൽപ്പത്തിരി ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് വയ്ക്കാം. ഈ മുട്ട ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് മൈദ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം അടുത്തായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ശേഷം ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവുണ്ടാകും നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുക, നീർദോശയൊക്കെ ചുട്ടെടുക്കൂലേ, ആ ഒരു പരുവത്തിലാണ് ഈ മാവ് ഉണ്ടാവേണ്ടത്. ഇതുപോലെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കതൊന്ന് ചുട്ടിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് ഓരോ തവിയായിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഓരോ ദോശയായിട്ട് അങ്ങനെ ചുട്ടിട്ടെടുക്കാം. ഈ മാവ് വെച്ചിട്ട് ഞാനൊരു 12 ദോശ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ദോശ ചുട്ടെടുത്ത് അതേ പാൻ തന്നെ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്ത് ശരീരം കുറച്ച് കാഷ്യൂനട്ട് കിസ്മിസും ഒന്ന് വറുത്തിട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് വെക്കാം. ശേഷം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ 4 ഏലക്ക കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഞാനൊരു 2 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കുന്നുണ്ട്. മുട്ടയും പാലും പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ ചുട്ട് വയ്ക്കുന്ന ദോശ എല്ലാം ഒന്ന് വെച്ചിട്ട് കൊടുക്കാം. ഞാനിതിൽ അടിയായിട്ട് 2 ദോശ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ദോശ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും ഒഴിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ വീണ്ടും ദോശ വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു 12 ദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് 12 ദോശ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനത്തെ ദോശ കൂടെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ബാക്കി ഒന്ന് മിക്സ് ചെയ്യണം, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടല്ലോ, അത് ഇതേ രീതിയിലൊന്ന് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിനുള്ളിലായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ശേഷം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു 40 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ മൊത്തം ഒരു 45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 45 മിനിറ്റ് ആയിട്ടൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.